IPL മത്സരം പുരോഗമിക്കുമ്പോൾ ലോകകപ്പ് ടീം സെലക്ഷനെ പറ്റി തലപുകയ്ക്കുകയാണ് BCCI. രോഹിത് ശർമ്മയ്ക്കൊപ്പം വിരാട് കോഹ്ലിയും T20യിൽ മടങ്ങിയെത്തിയതോടെ യശസ്വി ജയ്സ്വാൾ, ശുഭ്മാൻ ഗിൽ തുടങ്ങി പല താരങ്ങളുടെയും ടീമിലെ സ്ഥാനം പരുങ്ങലിലാണ്. കോഹ്ലിയുടെ സ്ട്രൈക്ക് റേറ്റിനെ പറ്റി വിമർശനങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ഓപ്പണിംഗിലേക്കാണ് താരത്തെ ലോകകപ്പിൽ പരിഗണിക്കുന്നത്. സീനിയർ താരങ്ങളായ രോഹിത്തും കോഹ്ലിയും ഓപ്പണിംഗിലേക്ക് എത്തുന്നതോടെ യശസ്വി ജയ്സ്വാൾ, ശുഭ്മാൻ ഗിൽ എന്നിവരിൽ ഒരാൾക്ക് ടീമിലെ സ്ഥാനം നഷ്ടമാകും. നിലവിൽ IPLൽ മോശം പ്രകടനം തുടരുന്ന യശസ്വി ജയ്സ്വാളിനാകും അങ്ങനെയെങ്കിൽ സ്ഥാനം നഷ്ടമാകുവാൻ സാധ്യതകളേറെയും. മധ്യനിരയിൽ ശ്രേയസ് അയ്യർക്ക് പകരം റിയാൻ പരാഗിനെ ഇന്ത്യ പരിഗണിക്കുവാൻ സാധ്യതയേറെയാണ്. IPLലെ സ്ഥിരതയുള്ള പ്രകടനങ്ങളാണ് പരാഗിനെ തുണയ്ക്കുന്നത്. അതേസമയം വിക്കറ്റ് കീപ്പിംഗ് ഓപ്ഷനായി ഋഷഭ് പന്തിനെ തന്നെയാണ് സെലക്ടർമാർ പരിഗണിക്കുന്നത്. പരിക്കിൽ നിന്നും തിരിച്ചെത്തിയ താരം IPLൽ മികച്ച പ്രകടനമാണ് നടത്തുന്നത്. വെസ്റ്റ് ഇൻഡീസിലും അമേരിക്കയിലും നടക്കുന്ന ലോകകപ്പിൽ ബാക്കപ്പ് കീപ്പറായി സഞ്ജു സാംസൺ ഇടം പിടിച്ചിരിക്കും. സഞ്ജു ടീമിലെത്തുകയാണെങ്കിൽ 3 നമ്പർ പൊസിഷനിലോ ഫിനിഷിംഗ് റോളിലോ ആകും കളിക്കാനിറങ്ങുക. ഹാർദിക് പാണ്ഡ്യയെ ഓൾറൗണ്ടറായാണ് ടീം പരിഗണിക്കുന്നത്. എന്നതിനാൽ തന്നെ IPLൽ മികവ് തെളിയിച്ചെങ്കിൽ മാത്രമേ ഹാർദിക് ടീമിലേക്ക് എത്തുകയുള്ളൂ. നിലവിൽ ബാറ്റിംഗിലും ബൗളിംഗിലും ശരാശരി പ്രകടനമാണ് താരം നടത്തുന്നത്. സ്പിന്നർമാരായി രവീന്ദ്ര ജഡേജ, കുൽദീപ് യാദവ് എന്നിവരെയാണ് ടീം പരിഗണിക്കുന്നത്. ഹാർദിക് ഇല്ലെങ്കിൽ ഓൾറൗണ്ടറായി ശുഭം ദുബെ ടീമിലെത്തിയേക്കും. ജസ്പ്രീത് ബുംറ, അർഷദീപ് സിംഗ്, ആവേശ് ഖാൻ, മുഹമ്മദ് സിറാജ് എന്നിവരാകും ടീമിലെ പേസർമാർ.